ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്കുണ്ടാവുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം ക്യാൻസർ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും ഒക്കെ അപ്പുറത്തായിരിക്കും. പല രീതിയിലാണ് ഈ മെഡിസിൻ അങ്ങോട്ട് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാന് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവ് തന്നെയാണ് ഞാന്. ആ സമയത്തും എന്റെ കോൺഫിഡൻസും എന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് ഞാൻ സമാധാനത്തോടു കൂടി തന്നെയാണ് പോയത്. ഭയങ്കര വൈകാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്റെ ഒരു ചാനലിലെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ആ ഒരു പീരീഡിൽ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ ആ ഒരു സമയത്ത്. നമുക്ക് അങ്ങനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല സമയത്ത്. ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്റെ രൂപങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ആ സമയത്ത് ഓരോ മാസത്തിൽ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത്. മാസത്തിൽ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇടുന്നത്. ഫോട്ടോസ് പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഫോട്ടോസ് കയ്യിലുണ്ടായിരുന്നത്. അതും ഒത്തിരി ഫോട്ടോയും ഇല്ല, കുറച്ച് ഫോട്ടോ. ചില രൂപങ്ങളൊക്കെ എനിക്ക് ഞാൻ എടുത്തു പോലും വെച്ചിട്ടില്ല. എടുത്തു നോക്കും, ഞാൻ ഡിലീറ്റ് ചെയ്തോ. എനിക്കത് കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നി. പിന്നെ നമുക്ക് ശരീരത്തോട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ നോക്കുമ്പോൾ ഒരു വിഷമം പോലെ കാണുന്നത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം ഓക്കെ, ഇപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മെഡിസിൻ ശരീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർ ക്യാൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്കുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം. ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ആ ഒരു ക്യാൻസറിന്റെ ഏരിയയില് മെഡിസിൻ ചെല്ലുന്ന ക്യാൻസറിനെ കില്ല് ചെയ്യുന്നതിന്റെ ഒരു പെയിൻ ഭയങ്കരമായിരിക്കും തുടക്കത്തില്. സ്ലോലി ക്യാൻസറിനെ അത് കൊല്ലുന്നുണ്ട് എങ്കിൽ സ്ലോലി നമ്മുടെ വേദന മാറും. ഓക്കെ, പിന്നെ ആ ഒരു മെഡിസിൻ എഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ അവർക്ക് വേദന കൂടും. പിന്നെ പ്രൊസീജിയറുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പരീക്ഷണ വസ്തുവാണ്. ചില സന്ദർഭങ്ങളിൽ ചില ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെഡിസിൻ പല രീതിയിൽ കൊടുക്കും, പല ഡോസിൽ കൊടുക്കും. നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് നല്ലൊരു ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാത്ത ആൾക്ക് ഡയറക്റ്റ്. എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങി ആദ്യം ഞാൻ ട്രീറ്റ്മെന്റിന് ചെല്ലുന്നത് ഒരു ഉച്ച സമയത്താണ്. RCC എനിക്ക് ബെഡ് കിട്ടിയത് ഉച്ച സമയത്താണ്. അപ്പൊ രണ്ടിതുണ്ട്. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്, അഡ്മിറ്റ് അല്ലാണ്ട് വന്ന് കീമോതെറാപ്പി റേഡിയേഷൻ വന്ന് ചെയ്തിട്ട് വീട്ടിൽ പോകുന്ന ടൈപ്പ് ആൾക്ക്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റും ഉണ്ട്. അപ്പൊ അതാണ് കൂടുതലും ഉള്ളത്. അഡ്മിറ്റ് ചെയ്യുന്നത് വളരെ കുറവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അത് ഡിപ്പെൻസ് അത്രയും ഹൈ ഡോസ് പിന്നെ നമ്മളുടെ ഒരു വയ്യായ്മക്ക് പരിഗണിച്ചിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് വരുന്നത്. ചിലർക്ക് സ്റ്റേജ് തുടക്കമായതുകൊണ്ടായിരിക്കാം അഡ്മിറ്റ് അല്ലാതുള്ള കീമോ വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അഡ്മിറ്റ് ആയിട്ടുള്ള കീമോ ആണ്. ഞാനൊരു മാസം അവിടെ തന്നെ കിടക്കുന്ന ടൈപ്പ് ആയിരുന്നു. എനിക്ക് അടുപ്പിച്ച് 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കീമോതെറാപ്പി തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു മാനസികമായിട്ട് കഥായിരുന്നു. ആദ്യം ഞാൻ ചിരിച്ചോണ്ടൊക്കെ കിടന്ന്. പക്ഷെ നമ്മള് ജോലിയും ചെയ്ത് ഇങ്ങനെ നടജിറ്റി കറങ്ങി നടന്നൊരു വ്യക്തിയാണ്. അവിടെ അങ്ങനെ ഒരു ബെഡിൽ കിടക്കേണ്ടി വന്നൊരവസ്ഥ, ഇനിയും മുന്നോട്ട് കിടക്കണമെന്നൊക്കെയുള്ള ചിന്തിച്ചപ്പോൾ ഉള്ളൊരു പെട്ടെന്നുള്ളൊരു അവസ്ഥ, പിന്നെ അസുഖം പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പം ഉള്ളൊരു കാര്യം അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യം ഈ മെഡിസിൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ എന്റെ ബെഡൊക്കെ പിടിച്ച് ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് ചുരുട്ടി മടക്കി എനിക്കങ്ങ് കൈ കൊണ്ട് ആയിരുന്നു എന്റെ പണികൾ മൊത്തം. എനിക്കങ്ങ് കൈ കൊണ്ട് എല്ലാത്തിനെയും നിർത്തി പുഷ് ചെയ്യാൻ, ഞെക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയായിരുന്നു. എനിക്ക് ദേഷ്യം. അപ്പൊ രാവിലെ ബെഡ്ഷീറ്റ് എന്നും രാവിലെ മാറ്റും. അപ്പം സിസ്റ്റർ വന്നിട്ട് പറയും, നിന്റെ ബെഡ്ഷീറ്റ് മാത്രം എന്താ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചേക്കുന്നത് നീ. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ദേഷ്യം വരുന്നുണ്ട്. ഞാൻ മെഡിസിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഡ്രിപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണോ. അപ്പം പിക്ക് ലൈനിലൂടെയാണ് ഈ ഒരു സാധനവും ലൈഫ് ടൈം നമ്മുടെ ട്രീറ്റ്മെന്റ് തീരുന്നത് വരെ വീട്ടിൽ പോകുമ്പോഴും നാട്ടിൽ പോകുമ്പോഴും ഒക്കെ ഈ സാധനം നമ്മുടെ കൂടെ തന്നെ കാണും.
അപ്പൊ ഇതിനകത്തൂടെ ഇങ്ങനെ കയറാണ് മരുന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നു, ഒന്നും ചെയ്യാനോ ഇല്ല. ഞാൻ അധികം ഫോണും നോക്കുന്നില്ല, കാരണം ഇത് നോക്കുന്നതും അത്ര ശരിയല്ല എന്നുള്ളത് കൊണ്ടിട്ട് അധികം നോക്കില്ല. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഞാൻ ബെഡ്ഷീറ്റിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മീൻസ് ദേഷ്യത്തിൽ ബെഡ്ഷീറ്റും ബെഡും പിടിച്ച് ഞെക്കി ഞെരടലായിരുന്നു എന്റെ ഒരു പരിപാടി. അതിനുശേഷം പക്ഷെ വേറെ ആരുടെ വ്യക്തിപരമായിട്ട് ആരുടെ ഒരു പ്രശ്നമല്ല. എല്ലായിടത്തും ഞാൻ വളരെ എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് മുന്നേ അതുപോലെ തന്നെയായിരുന്നു അനിഷ അപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകാൻ നേരത്ത് നമുക്ക് മോഷൻ വരാൻ ഭയങ്കര പാടായിരുന്നു. കീമോതെറാപ്പി ചെയ്യുന്ന എല്ലാ പേഷ്യൻസിന്റെ അടുത്ത് ഒരു ബോട്ടില് ഒന്നിൽ കൂടുതലോ ബോട്ടിലൊരു മെഡിസിൻ ഉണ്ടായിരിക്കും. ആ മെഡിസിൻ നമ്മൾ 3 നേരം സിറപ്പാണ്, 3 നേരം ഡിപ്പെൻസ് നമുക്ക് മോഷൻ വരാൻ അത്രയും പാടാണ്. അപ്പൊ ആ ഒരു മെഡിസിൻ നമ്മൾ 2 ഡപ്പ് 3 ഡപ്പൊക്കെ വെച്ച് 3 നേരം കഴിച്ചിട്ട് തന്നെ രാവിലെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മോഷൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കീമോതെറാപ്പി മെഡിസിൻ ചെന്നാൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ചിലർക്ക് വോമിറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. പക്ഷെ വോമിറ്റ് ചെയ്യുന്നതൊരു നല്ല പ്രവണതയല്ല. വോമിറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. ചിലർക്ക് വോമിറ്റ് ചെയ്യുന്ന ശീലക്കാരുണ്ട്. മെഡിസിൻ കൊടുത്താലും വോമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ 3 നേരം അത് ഞാൻ ഇഞ്ചക്ഷൻ ആയിട്ട് വോമിറ്റ് ചെയ്യാതിരിക്കാനുള്ളതും ഗ്യാസ് പോകാനുള്ളതായിട്ടുള്ള ഇഞ്ചക്ഷൻ ഞാൻ 3 നേരം, ഗ്യാസിന്റെ രാവിലെയും വൈകിട്ട് മാത്രമേ എടുപ്പിക്കൂ. വോമിറ്റ് ചെയ്യാനുള്ളത് 3 നേരം എടുപ്പിക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ മസ്റ്റായിട്ട് എടുപ്പിക്കും. കാരണം പേടിയാണ്, അങ്ങനെയൊന്നും വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യിപ്പിക്കും. നമുക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാം നമുക്കുള്ള വയ്യായ്മയെ കുറിച്ച്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻ തരും. എന്തായാലും ഇത്രയും വലിയൊരു കീമോതെറാപ്പി മെഡിസിൻ കേൾക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് ഛർദ്ദിക്കാതിരിക്കാനുള്ളയും ഗ്യാസ് പോകാനുള്ളയും ബാത്റൂമിൽ പോകാനുള്ളതൊക്കെ മരുന്ന് കൃത്യമായിട്ട് മേടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ല? അപ്പൊ ഞാനതെല്ലാം ചോദിച്ച് കൃത്യമായിട്ട് മേടിച്ചതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ വൊമിറ്റ് ചെയ്താല് ഒരു പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അതൊരു ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതിന്റേതായിരുന്നു. രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ വെച്ചിരുന്ന് കൊതി കൊണ്ടിട്ടാണ്. ഒരു പകുതി കഴിഞ്ഞ കീമോതെറാപ്പി പകുതി കഴിഞ്ഞ സമയത്താണ് കൊതി കൊണ്ടത് രാത്രിയും തിന്നാനായിട്ട് വെച്ചിരുന്നു. പക്ഷെ അതെനിക്ക് ഫുഡ് പോയിസൺ പോലെ ആയി. അയ്യോ, ആ ഒരു വൊമിറ്റ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെ വൊമിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ വൊമിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പേ അല്ല. എനിക്കങ്ങനെ വൊമിറ്റ് ക്ഷീണമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് വൊമിറ്റ് ചെയ്തു. ഭയങ്കര അലറി സൗണ്ട് ഉണ്ടാക്കിയാണ് ഞാൻ വൊമിറ്റ് ചെയ്തതെന്നാണ് അവരൊക്കെ പറയുന്നത്. ഭയങ്കര ശബ്ദമായിരുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കി. സിസ്റ്റർക്ക് ഭയങ്കരമായിട്ട് പേടിച്ചു. ഒരു പാതിരാത്രിയൊക്കെയാണ്. ആ സിസ്റ്ററും ബാക്കി അസിസ്റ്റന്റ് സ്റ്റാഫോടും ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ. അവര് എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ. ആ സമയത്ത് ഞാൻ ബക്കറ്റുകളിലാദ്യം എവിടെയൊക്കെയാണ് വൊമിറ്റ് ചെയ്ത് നിറച്ച് അവരത് ക്ലീൻ ചെയ്യും, വീണ്ടും കൊണ്ടുവരും. അങ്ങനെ വൊമിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം നല്ല കഷ്ടപ്പെട്ട് മെഡിസിൻ. അതിനുശേഷം കീമോതെറാപ്പി കൂടാണ്ട് നമുക്ക് ഇഷ്ടം പോലെ ആന്റിബയോട്ടിക്സ് കയറും. അതാണ് മറ്റൊരു കാര്യം. പിന്നെ അതിന്റെ ക്ഷീണം കൂടി നമ്മൾ സഹിക്കണം. നമ്മൾ ടോട്ടലി വയ്യാതാവും. ഫുഡ് പോയിസൺ ഒക്കെ ട്രീറ്റ്മെന്റ് സമയത്ത് വരുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഒന്നാ നമുക്ക് നമ്മൾ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തത് വെറുതെ ആയിപ്പോകുന്നൊരവസ്ഥയാവും. അപ്പം നമ്മള് കൃത്യമായ സാധനങ്ങൾ മാത്രം കഴിക്കുക. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതായിരുന്നു എനിക്ക് വന്ന മറ്റൊരു കാര്യം. അപ്പം നമുക്ക് വയറ്റിനുള്ള പ്രശ്നം, ഛർദിക്കുന്ന ഒരു പ്രശ്നം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള ദേഷ്യങ്ങള് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് നമ്മുടെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ ചിന്തകളാണ്. നമ്മൾക്ക് ചിലർക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ചിന്തകളോ ഇത്രയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലെ വേദന, ക്യാൻസർ ഉള്ള ഏരിയയിൽ ഉണ്ടാകുന്ന വേദന, ഛർദിൽ വരുന്ന ഒരു കാര്യങ്ങള്, വയറ്റിനുള്ള പ്രശ്നങ്ങള്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ദേഷ്യം വരല്, ഇതൊക്കെ പറയുമ്പം ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാകാം. പക്ഷെ ഇത് ആ ഒരു ബെഡിൽ കിടന്ന് ആ ഒരു സമയം, അത്രയും ദിവസങ്ങള് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ പറയുമ്പം അങ്ങനല്ല, അതൊരു ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മള് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. മെഡിസിൻ ഉണ്ടെന്നുള്ള ധാരണ നമുക്ക് വേണം. നമ്മുടെ മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മൾ സർവൈവ് ചെയ്യും എന്നൊക്കെയുള്ളൊരു മാനസികമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ മൈൻഡിൽ വെച്ചേക്കുക.
മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. അവർ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാതിരിക്കാൻ നോക്കുക. അവരിൽ നിന്നൊരു നെഗറ്റീവ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ദേഷ്യം കൂടും. നമുക്ക് ആ സമയത്ത് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ട്രീറ്റ്മെന്റിന് അവസാനം ഭയങ്കര ദേഷ്യമായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒടുക്കത്തെ ദേഷ്യമായിരുന്നു. എവിടെയെങ്കിലും ചെന്നാൽ എന്നെ ആദ്യം പരിഗണിക്കണം, കാരണം അത്രയും വയ്യ നമുക്ക്. ഹോസ്പിറ്റലൊക്കെ ഇടയ്ക്ക് വീണ്ടും ഇഷ്യൂസ് പോകുന്ന സമയത്ത് എന്നെ പരിഗണിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ വരും. ഞാനൊന്ന് ബഹളം ഉണ്ടാക്കണം, എണീറ്റിക്കണം. ഞാൻ അത്ര പോലും ഒരാൾക്കൂട്ടത്തിൽ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കര ബഹളമാണ്. എന്നെ വിളിക്കാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, വയ്യാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറുമായിരുന്നു. കാരണം അത്രയും വയ്യാതിട്ടാണ്. അത് അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം എന്നെ വീട്ടിൽ നിന്ന് നടക്കാൻ പോയ സമയത്ത് എന്തോ കടിച്ചിരുന്നു. എനിക്ക് പെട്ടെന്ന് തലയ്ക്ക് വേദന, പിരിപ്പും, എന്റെ കാലിൽ ചുമന്ന് പൊങ്ങിയൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ഒരു സാധനം കടിച്ചെങ്കിൽ നമ്മൾക്ക് പോയിസൺ വന്നുകൊണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകില്ല. അപ്പൊ എനിക്ക് ആ ഒരു ചിന്തയാണ്. എന്നിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നിട്ട് അവര് പെട്ടെന്ന് നോക്കുന്നില്ല. അപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ബഹളം ഉണ്ടാക്കി. എന്നെ ഇറ്റടിക്ക സിറ്റുവേഷൻ അവരുടെ ഇങ്ങനെയാണ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.